തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ 2025-26 വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി. പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. സാമ്പത്തിക മേഖലയിൽ പൊതുവെ മാന്ദ്യം അനുഭവപ്പെടുന്ന സമയത്തും ഇടപാടുകാർക്ക് സംതൃപ്തമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 6-ാം തീയതി മുതൽ എല്ലാ അംഗങ്ങൾക്കും ഡിവിഡന്റ് വിതരണം ചെയ്യുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. പൊതുയോഗത്തിൽ 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ടും കണക്കുകളും അഡീഷണൽ ബഡ്ജറ്റും 2026-27 വർഷത്തേക്കുള്ള കരട് ബഡ്ജറ്റും സെക്രട്ടറി വി.ടി. ബൈജു യോഗത്തിൽ അവതരിപ്പിച്ചു. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന്റെ 2025-2026 വർഷത്തെ വാർഷിക പൊതുയോഗം നടത്തി. പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. പൊതുയോഗത്തിൽ 2024-2025 വർഷത്തെ വാർഷിക റിപ്പോർട്ടും കണക്കുകളും അഡീഷണൽ ബജറ്റും 2026-2027 വർഷത്തേക്കുള്ള കരട് ബജറ്റും സെക്രട്ടറി വി.ടി. ബൈജു യോഗത്തിൽ അവതരിപ്പിച്ചു. തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് നമ്പർ 31 തെക്കുംഭാഗം ഇടുക്കി ജില്ല പൊതുയോഗ നോട്ടീസ്. മാന്യ സഹകാരികൾ, ഈ ബാങ്കിൻ്റെ 2025 വർഷത്തെ വാർഷിക പൊതുയോഗം 2025 ആണ്ട് നവംബർ മാസം 5-ാം തീയതി ബുധനാഴ്ച പകൽ 2:30 ബാങ്ക് പ്രസിഡന്റ് ശ്രീ ടോമി തോമസ് കാവാലത്തിൻ്റെ അധ്യക്ഷതയിൽ ബാങ്ക് ഹെഡ് ഓഫീസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കൂടുന്നതിന് തീരുമാനിച്ച വിവരം അറിയിച്ചുകൊണ്ടു. യോഗത്തിൽ എല്ലാ അംഗങ്ങളുടെയും സാന്നിധ്യ സഹകരണവും സാദരം ക്ഷണിക്കുന്നു. തെക്കുംഭാഗം 10/10/2025 കാര്യപരിപാടി: 1 ഈശ്വര പ്രാർത്ഥന, 2 അനുശോചനം, 3 സ്വാഗത പ്രസംഗം, 4 അധ്യക്ഷ പ്രസംഗം, 5 പൊതുവെ നോട്ടീസ് വായിച്ച് റെക്കോർഡ് ചെയ്യുക, 6 മുൻ പൊതുയോഗ നടപടി വായന, 7 2024-25 വർഷത്തെ വാർഷിക റിപ്പോർട്ടും കണക്കുകളും അഡീഷണൽ ബഡ്ജറ്റും 2026-27 വർഷത്തിലുള്ള കരട് ബഡ്ജറ്റ്, 9 2026-25 വർഷത്തെ ലാഭവിചനവും ബോർഡ് റിപ്പോർട്ട് ന്യൂനത സംഗ്രഹവും, 10 ബൈല ഭേദഗതി, 11 ചോദ്യങ്ങളും അവയ്ക്കുള്ള മറുപടിയും, 12 അധ്യക്ഷൻ അനുവദിക്കുന്ന ഇതര വിഷയങ്ങൾ, 13 ക്യാഷ് അവാർഡ് വിതരണം, 14 ഉപസംഹാരം, 15 കൃതജ്ഞത. പൊതുയോഗത്തിൽ ചർച്ച ചെയ്യേണ്ട പ്രശ്നങ്ങളും പ്രമേയങ്ങളും: ബാങ്ക് അംഗങ്ങളുടെ കുട്ടികളിൽ 2024-25 വർഷത്തെ SSLC +2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികളും ദേശീയ, സംസ്ഥാന, ജില്ലാ കായിക മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവർക്ക് ക്യാഷ് അവാർഡ് നൽകുന്നതിനാവശ്യമായ അപേക്ഷയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പും 2025 നവംബർ മാസം 4-ാം തീയതി ചൊവ്വാഴ്ച പകൽ 2 മണിക്ക് മുമ്പ് ബാങ്ക് ഹെഡ് ഓഫീസിൽ ലഭിച്ചിരിക്കുകയാണ്. വാർഷിക റിപ്പോർട്ടും കണക്കും ബാങ്ക് ഹെഡ് ഓഫീസ്, ബാങ്ക് ആനക്കം ബ്രാഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്നതാണ്. അംഗങ്ങൾ പൊതുയോഗത്തിൽ ഐഡൻറ്റി കാർഡ് ഹാജരാക്കേണ്ടതാണ്. ഇതായിരുന്നു നമ്മുടെ പൊതുയോഗ നോട്ടീസ്. സഹകരണ നിയമ ചട്ട ഭേദഗതി വന്നതിന് ശേഷം ബൈല ഭേദഗതി പത്രങ്ങളിൽ കൊടുക്കേണ്ട എന്ന് പുതിയ സഹകരണ നിയമ ചട്ടത്തിൽ ഉൾപ്പെടുത്തിയുണ്ട്. അതുകൊണ്ട് അതൊഴികെ നമ്മളെല്ലാം പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ പൊതുവെ നോട്ടീസ് എല്ലാവരും, ഈ പൊതുയോഗത്തിൽ പങ്കെടുത്ത എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ പൊതുവെ നോട്ടീസ് റെക്കോർഡ് ചെയ്യാമെന്നൊരാൾ പറയുകയും അത് പിന്തുണയ്ക്കാൻ ഒരാൾ പിന്തുണച്ചാൽ നമുക്ക് ഈ അടുത്ത നടപടിയിലേക്ക് പോകാം. ഇടുക്കി ജില്ലയിലെ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിൽ പ്രവർത്തിക്കുന്ന ബാങ്ക് അംഗങ്ങളുടെ കാർഷികവും കാർഷികേതരവുമായ എല്ലാ ആവശ്യങ്ങൾക്കും വായ്പ നൽകി വരുന്നു. സാമ്പത്തിക മേഖലയിൽ പൊതുവെ മാന്ദ്യം അനുഭവപ്പെടുന്ന ഈ സമയത്ത് ഇടപാടുകൾക്ക് സംതൃപ്തമായ രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാൻ ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. ഈ വർഷവും അംഗങ്ങൾക്ക് ഓഹരി തുകയുടെ 12% ലാഭവിഹിതം നൽകുവാൻ കഴിയുന്നതിൽ അതിയായ സന്തോഷമുണ്ടെന്നും പ്രസിഡന്റ് യോഗത്തിൽ അറിയിച്ചു. ഓരോ പത്രവാർത്തകൾ കാണുമ്പോഴും ബാങ്ക് പ്രസിഡന്റ്, സെക്രട്ടറിയും ബോർഡ് മെമ്പർമാരെ അന്വേഷിക്കുന്ന അനേകം സഹകാരികളും നിക്ഷേപകരും ഒക്കെ നമ്മുടെ നാട്ടിൽ കൂടെ ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ഈ പ്രതിസന്ധികൾ എല്ലാം ഈ നാട്ടിലുണ്ട് എങ്കിലും ഈ പ്രതിസന്ധികളൊന്നും ബാധിക്കാതെ ഇതിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകുന്ന വലിയൊരു വിഭാഗം സഹകാരികളുടെ പിന്തുണ, അതിന് നേതൃത്വം കൊടുക്കുന്നത് ഭരണസമിതിയാണെന്ന് മാത്രമേ ഉള്ളൂ. ഈ നാട്ടിലെ സഹകാരികളാണ് ഈ ബാങ്കിനെ ഈ നിലയിൽ പിടിച്ചു നിർത്തുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രദേശത്തുള്ള മിക്കവാറും ബാങ്കുകളിലൊക്കെ പലയിടത്തും നിക്ഷേപങ്ങൾ തിരിച്ചു കൊടുക്കാൻ മേലാത്ത അവസ്ഥയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ വർഷത്തേക്കാൾ കുറേ കൂടി മികവുറ്റ പ്രവർത്തനം നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മേഖലയിൽ അതീവ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴും ഇവിടെ സാധാരണ പ്രസംഗം മക്സസ് സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷത്തേക്കാൾ നമുക്ക് 2% അധികമായി ലാഭവിഹിതം കൊടുക്കുവാനുള്ള ലാഭം നമുക്ക് കഴിഞ്ഞ ഈ ഒരു വർഷം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന് 12% കൊടുക്കുക എന്നുള്ളതാണ് ബോർഡിൻ്റെ ഒരു താല്പര്യം. അത് പൊതുയോഗത്തിൻ്റെ അംഗീകാരത്തിലൂടെ നമുക്കത് കൊടുക്കാൻ കഴിയുള്ളൂ. അതിന് അംഗീകാരത്തിനായി പൊതുയോഗത്തിൽ സമർപ്പിക്കുന്നുണ്ട്. അതുപോലെ നിക്ഷേപത്തിൻ്റെ കാര്യത്തിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നിക്ഷേപവും അതുപോലെ തന്നെ വായ്പകളും ഒക്കെ വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. അതാണ് നമ്മുടെ കുടിശ്ശിക വളരെ കുറവാണ്.
യോഗത്തിൽ മാത്യു ജോസഫ് ചേംബ്ലാങ്കൽ സ്വാഗതവും വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ നന്ദിയും രേഖപ്പെടുത്തി. ബോർഡ് മെമ്പർമാരായ ബേബി ജോസഫ്, റോബി സിറിയക്, റോയി അഗസ്റ്റ്യൻ, ജോബിൻ ജോസ്, ഗ്രേസി ജോസഫ്, ഡീന ഇമ്മാനുവൽ, ഷെർലി ജോസ്, സിന്ധു ശിവദാസ് എന്നിവരും സഹകാരികളും ജീവനക്കാരും പങ്കെടുത്തു. ബാങ്കിന്റെ ഡെയിലി കളക്ഷൻ ഏജന്റ് ഷിജോ സെബാസ്റ്റ്യൻ ചിങ്ങംതോട്ടത്തിലിനെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉയർന്ന വിജയം കരസ്ഥമാക്കിയ കുട്ടികൾക്കും ക്യാഷ് അവാർഡും മൊമന്റോയും നൽകി ആദരിച്ചു. വിവിധ കലാകായിക മത്സരങ്ങളിൽ സമ്മാനം നേടിയവർക്കും മൊമന്റോയും ക്യാഷ് അവാർഡുകളും സമ്മാനിച്ചു. സീനിയർ സിറ്റിസൺ മാസ്റ്റേഴ്സ് മീറ്റിൽ വിവിധ മത്സരങ്ങളിൽ സമ്മാനം നേടിയ ടോമി അഗസ്റ്റിൻ ഒറ്റപ്ലാക്കൽ, തോമസ് മാത്യു കദ്ലിക്കാട്ടിൽ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. സഞ്ജു സാംസണോടൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ അവസരം ലഭിച്ച കേരള ക്രിക്കറ്റ് ലീഗിൽ അണ്ടർ-19 കാറ്റഗറിയിൽ കേരളത്തിന് വേണ്ടി കളിക്കുന്ന ജോബിൻ പി ജോബി പേണ്ടാനത്തിനെയും യോഗത്തിൽ മൊമന്റോ നൽകി ആദരിച്ചു. ഇന്ത്യൻ ടീമിൽ കളിക്കട്ടെ എന്നും യോഗത്തിൽ ആശംസ അറിയിച്ചു. ആറാം തീയതി മുതൽ എല്ലാ അംഗങ്ങൾക്കും ഡിവിഡന്റ് വിതരണം ചെയ്യുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. കാൽനൂറ്റാണ്ടിന്റെ വിശ്വസ്ത പാരമ്പര്യവുമായി അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, എല്ലാത്തരം വെജ്, നോൺ വെജ് വിഭവങ്ങളും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നു. നിങ്ങളുടെ നാവിലെ രസമുകുളങ്ങളെ തൊട്ടുണർത്തുന്ന രുചി വൈവിധ്യങ്ങൾ, സ്വാദിൽ ഒരൽപ്പം പോലും വിട്ടുവീഴ്ചയില്ലാതെ, പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ, വിഭവസമൃദ്ധമായി നിങ്ങളുടെ ആഘോഷങ്ങളെ വരവേൽക്കൂ. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴയ്ക്കൊപ്പം ഫോൺ 9744406785. അക്ഷയ കേറ്ററിംഗ് തൊടുപുഴ.